ഹലോ മൈ ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഓം ബീച്ച്. വെയിൽ കാരണം കട്ടിച്ചാണ്. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി. പക്ഷേ കൊള്ളാം ഇവിടെ. ലൈക്ക് എന്താ പറയുക, രസമൊക്കെ ഉണ്ട്. ഇൻ ദ സെൻസ് ചുമ്മാ നമുക്ക് ഒരു ബീച്ച്, ഇവിടുത്തെ മെയിൻ ബീച്ചാണ് ആ കാണുന്നത്. അങ്ങോട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ആ കാണുന്നത് ഇവിടുത്തെ മെയിൻ ബീച്ചാണെന്നാണ് തോന്നുന്നത്. അതെ, ഇന്നലെ രാത്രിയാണ് അങ്ങോട്ട് പോയത്. പക്ഷെ നമുക്കിവിടുന്ന് ഒരു പ്രൈവറ്റ് വ്യൂ പോലെ നൈസാണ് കാണാൻ, നല്ല രസമുണ്ട്. ഇതിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, പക്ഷെ അവിടെ രണ്ട് ബോട്ട് കിടപ്പുണ്ട് ഇവിടെ പോലെ. എനിക്ക് തോന്നുന്നു താഴെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ, ലൈക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ. ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ഭാഗത്ത് കൂടെ വഴി കാണുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അവിടെ ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ ആ ബീച്ചിൽ, മെയിൻ ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നൈസ് വ്യൂ ആണ്. പക്ഷെ ഐ മീൻ കണ്ടോ, ലൈക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്. അതായത് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഹോസ്റ്റലിലുള്ളവരും ഇതുപോലെ ഏകദേശം വർക്ക് ചെയ്യുന്നവർ, സ്റ്റുഡൻസ് അങ്ങനെ വരുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സൂര്യൻ ഉദിച്ചത് എൻ്റെ പിന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് പോലും ഒരാൾ എണീറ്റിട്ടില്ല. ഇവിടെ ചായ ഒടുങ്ങിനെങ്കിൽ കുറച്ച് താഴത്തോട്ട് ഇറങ്ങിപ്പോണം. ഇവിടെ അടുത്തുള്ള കഫേയിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഇവിടുന്ന് എണീക്കാൻ തോന്നുന്നില്ല. ഇറ്റ്സ് സോ പീസ്ഫുൾ. സോ ഞാൻ നൈസായിട്ട് ചായ കുടിക്കാൻ വന്നു. അങ്ങനെ ഒരാൾ എണീറ്റൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങളിപ്പോൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓം ബീച്ചിലോട്ടാണ്. ഓം ബീച്ചിലേക്ക് ശരിക്കുള്ള റോഡ് ഉള്ള, നല്ല റോഡുള്ള വഴി കൂടെ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7-8 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഒരു ഷോർട്ട് റൂട്ട് പോലെ ഉണ്ട്. സോ ഞങ്ങൾ അതിൽ കൂടെ പോവാണ്. അതിൽ കൂടെ ബൈക്ക് പോകുന്നതാണ് കാണിച്ചേക്കുന്നത്. സോ ലെറ്റ്സ് സീ. ടവർ இருக்கான்னு அதானா? கீழே எவ்வளோ தூரம் போயிட்டு வருவோம்? இங்கேயும் எடுத்துக்கலாம். 2 வேணாம் இருக்கு. ஏன் ஃபோன் எங்கே உன்கிட்ட தானே இருக்கு? சரி வச்சு அது எங்கே நோக்கணும்? இங்கே பார்த்தீங்கன்னா ஒரு டிடிஎஃப் போட்டிங் போகலாமாடி? அல்ட்ரா வைட்லையா வச்சுருக்க? கர்வ்டாக வேணுமா?
ரைட்டா? അങ്ങനെ ഓം ബീച്ച് എത്തി. ഇത് ഓം ബീച്ചിൻ്റെ എൻട്രൻസ് പോലെയാണ്, സൈഡിൽ കടയൊക്കെ ആയിട്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് ആ ചേട്ടൻ കയറി പോകുന്ന മേലോട്ട്. പക്ഷേ അത് കുറച്ച് ദൂരെ ആയതുകൊണ്ടും എൻ്റെ കൂടെയുള്ള ആൾക്ക് കയറാനുള്ള മടി കൊണ്ടും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അത് ഞങ്ങൾ നേരെ ഓം ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ കണ്ടോ ഓം ബീച്ചിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ ഗോവയിലൊക്കെ കോള ബീച്ചൊക്കെ ഇറങ്ങി പോയതുപോലെ ഉള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നണേ. കാരണം ഇവിടെ ഐ തിങ്ക് ഞങ്ങൾ കണ്ട ഓൾമോസ്റ്റ്, കാരണം ഹില്ലും ഒരുമിച്ചിട്ടുള്ളതല്ലേ. ഗോവയിൽ ഐ തിങ്ക് ഹില്ല് അങ്ങനെ കുറവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഉള്ള ഒരുവിധം ബീച്ചൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി ഒരു ട്രെക്കിങ് നമ്മൾ എന്തായാലും ചെയ്യണം, ആ ഒരു അവസ്ഥയാണ്. ഇപ്പം ഞങ്ങൾ വന്നതും അത്യാവശ്യം കുറച്ച് ഓഫ് റോഡിങ് ആയിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ ഇറങ്ങിപ്പോണം. നല്ല വ്യൂ, നല്ല രസമല്ലേ. ആ കുട്ടി വിചാരിക്കണ്ടാവും ഞാൻ വലിയ യൂട്യൂബറൊക്കെയാണെന്ന്. ഒരു തേങ്ങയും അല്ല. സത്യാവസ്ഥ പിന്നെ നമുക്ക് മാത്രമല്ല അറിയുള്ളൂ. പോട്ടെ. പക്ഷേ വ്യൂ നൈസ് അല്ലേ. ഓക്കെ, മൊത്തം നമ്മുടെ മറ്റേ ആ ബ്ലാക്ക് റോക്കും അതേപോലെ ആ വ്യൂ തന്നെ പൊളിയല്ലേ. ലൈക്ക് ആ കളറ് എനിക്കിവിടെ വന്നതിന് ശേഷം ഞാൻ മൊത്തം ഇതാണ്, ലൈക്ക് ഒരു ക്യാമറയിൽ എടുക്കുന്ന പോലെയല്ല, പക്ഷെ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര റിലാക്സിങ് ആണ് ഐസിന്. ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഐ വാസ് എ ബീച്ച് പേഴ്സൺ. പക്ഷേ ഐ തിങ്ക് ആഫ്റ്റർ ഗോയിങ് ടു ഗോവ ആൻഡ് ഗോകർണ നൗ ഐ തിങ്ക് ഐ എം എ ബീച്ച് പേഴ്സൺ. ലൈക്ക് ഐ വാസ് ഓൾവേസ് ലൈക്ക് എ ഹിൽ പേഴ്സൺ. പക്ഷേ സംഹൗ ഇപ്പോൾ മാറി. പറയാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറേയൊക്കെ കഴിഞ്ഞ് വല്ല ഹിമാലയാസൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചാടുമായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരു കാര്യമല്ല. അൺടിൽ ആൻഡ് അൺലെസ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ മതി. സോ ഇത് താഴത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇറങ്ങിപ്പോണം. ഞാൻ ആക്ച്വലി ബീച്ചിലേക്ക് വരുമ്പോൾ ഇതിന് പേര് എന്തുകൊണ്ടാണ് ഓം എന്ന് വെച്ചേക്കണമെന്നൊന്നും ആലോചിച്ചില്ല കേട്ടോ. പക്ഷെ പിന്നെയാണ് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ബീച്ചിൻ്റെ ഷേപ്പ് തന്നെ ഓമാണത്ര. ആക്ച്വലി വല്ല ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരാം ഇങ്ങനെ നൈസായിട്ട് അടുത്ത ഷോട്ട് മേലെ പോണതൊക്കെ. പക്ഷെ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ദയവായി പോയി ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് തന്നെ ഓമാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ബോട്ടിങ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ബോട്ടൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. എനിക്ക് തോന്നുന്നു ലൈക്ക് ഇവിടെ കുറേ എല്ലാ ബീച്ചിലോട്ടും കൊണ്ടുപോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഹലോ മൈ ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഓം ബീച്ച്. നല്ല വെയിലുണ്ട്. ഒരു പെൺകുട്ടിയായിട്ട് ടാനിന്റെ പേടി എനിക്കില്ല. ടാന് പേടിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ട ആളെ കാണും. ഓരോരോ അവസ്ഥകളെ. പക്ഷെ ഇത് കുഴപ്പമില്ല. മറ്റേ നമ്മുടെ ആൾക്കാരുണ്ടെങ്കിലും കോള ബീച്ച് പോലെ കുറെ സ്പേസ് ഉള്ളതുകൊണ്ട് അറിയുന്നില്ല. ആ ഹെൽമെറ്റ് ഒന്ന് അഴിച്ചൂടെ? എല്ലാം കാണുന്നു, കൂളേഴ്സ് മാത്രം കാണുന്നില്ല. കൂളേഴ്സ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാൻ മറന്നുപോയി. അതുകൊണ്ട് കണ്ണ് കാണാത്ത അവസ്ഥയാണ് ഇപ്പൊ. നല്ല വെയിൽ. വെയിൽ കറന്ന് കട്ടിച്ചാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഓം ബീച്ചിൻ്റെ എൻഡ്. ലൈക്ക് അധികം ആൾക്കാരൊന്നുമില്ലാതെ കുറച്ച് കാമായിട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അധികം ആൾക്കാരൊന്നുമില്ല. ഇറ്റ്സ് സോ പീസ്ഫുൾ.
ഇല്ല. தண்ணியில போட்டு நம்ம அண்டர் வாட்டர் ஷாட் எடுக்கும். Rest mode activated. അപ്പോൾ നമ്മളിത് ഓം ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പോകുന്ന വഴി റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഗോഗർഭ കേവ് ഉണ്ട്. സോ പറ്റിയ അവിടെ ഒന്ന് കയറാമെന്നുള്ള പ്ലാനിലാണിപ്പോൾ. പക്ഷേ എൻ്റെ പൊന്നോ, റോഡ് മൊത്തം കംപ്ലീറ്റ് ഓഫ് റോഡിങ് ആണ്. എനിക്കിത് ഭയങ്കര പേടിയുള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ എങ്ങനെ പിന്നിലിരിക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. ബട്ട് സ്റ്റിൽ ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ലെറ്റ്സ് സീ. கரெக்டாக வருதான்னு மட்டும் பார்த்து. ഇവിടെ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കിത് നല്ലതാ തോന്നില്ല. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ ലോക്കൽസ് വെള്ളമടിക്കുന്ന സ്ഥലമാണ്. நம்ம ஹாஸ்டல்ல இருந்தது. ஏய், கேரளா மலையாளத்தான் தாண்டி அது. எதுடா இப்போ போனானே அந்த கோவா போறேன்னாங்கல்ல. ஆமா, அவதானோ போயப்போ. அவங்க தான் நினைக்கிறேன். கேஎல் வண்டியா? கேஎல் வண்டி, கேஏ வண்டி தான் பார்த்தேன். ഗോഗർഭ കേവിൻ്റെ നമ്മുടെ പരിപാടി ചെറുതായിട്ട് പാളി. അവിടെ കുറേ ആൾക്കാർ വെള്ളടിച്ച് കിടക്കുന്നൊരു സെറ്റപ്പാണ് അവിടെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയില്ല. ഞങ്ങൾ നൈസായിട്ട് ലഞ്ചിൻ്റെ പ്ലാനായിട്ട് നമ്മുടെ കുർളെ ബീച്ചിലുള്ള റോക്ക് നമസ്തേ കഫേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഏകദേശം ഇടവഴികളൊക്കെ ഇല്ലേ, ആ ഒരു സെറ്റപ്പാണ് ഇത് മൊത്തം കേട്ടോ. ലൈക്ക് ഇതിൻ്റെ വഴി മൊത്തം നൈസായിരുന്നു. ഞാൻ ഫുള്ളായിട്ടുള്ള എല്ലാം ഇടുന്നില്ല, ബട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സാണ് ഞാൻ ഇടുന്നത്. ഇതിലേ അടിക്കുന്നത് വേറെ. ഓക്കെ, അവസാനം ബീച്ചെത്തി, വെള്ളം കണ്ടു. മണലൊക്കെ തിളച്ച് കിടക്കണ്. വെറുതെ അല്ല ഇതിൽ കപ്പലണ്ടി ഉണ്ടാക്കണേ. ഇതിലേക്ക് നേരം കാലമൊന്നുമില്ല അല്ലെ? ഫോറിനേഴ്സിനെ എപ്പോൾ നോക്കിയാലും വെള്ളത്തിൽ തന്നെ. മനുഷ്യന് വെയിൽ കണ്ടാലേ പുറത്തിറങ്ങാൻ തോന്നൂല. നടക്കാനും പറ്റുന്നില്ല ഒന്നാമത്തത്. ഉച്ചയ്ക്ക് ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. മണലൊക്കെ വെന്ത് കിടക്കണം. കപ്പലണ്ടി ഉണ്ടാക്കാൻ പറ്റും ഈ മണലിൽ. ചൂടാക്കേണ്ട ആവശ്യമേ ഇല്ല. കപ്പലണ്ടി വന്ന് എന്താണെന്നറിയോ? കടല. ഓ, അറിയാലേ. കഫേയുടെ പേരിൽ നിന്നും റോക്ക് നമസ്തേ. ഫുഡ് നന്നായാൽ മതിയായിരുന്നു. അവിടെ മൊത്തം ഇംഗ്ലീഷുകാരാടാ. അപ്പോൾ അവിടെ ചോറ് കിട്ടുമോ? കിട്ടില്ല. എനിക്ക് ചോറ് വേണം കേട്ടോ. അയ്യോ, ഇത് വൈഡ് ആംഗിളാ. பரவாயில்ல. பட்டா பகலில் பியர் குடிக்கல, வைக்கமா இல்லை. சில் பண்ணுறது. സൂര്യൻ വന്നാലേ എൻ്റെ എനർജി മൊത്തം പോണേ. മറ്റേ ഗ്ലൂക്കോസിൻ്റെ പരസ്യത്തിൽ ഷോർട്ട് ഇട്ടൊരു കുടിക്കില്ലേ, അതുപോലെ കുടിച്ചത് പോലെ. മോറൽ ഓഫ് ദ സ്റ്റോറി, ഉച്ചയ്ക്ക് എന്താ ബീച്ചും പോക്കൂടെ. പോയാൽ കിളിഞ്ചുറും.
എൻ്റെ പൊന്നു, സാധാരണ ഉണ്ടല്ലോ ഇത് ഇങ്ങനത്തെ കയറ്റം, ഇങ്ങനത്തെ ഈ മറ്റേ കർമ്മൂല റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ബാക്കിൽ കണ്ണടച്ചിട്ടായിരിക്കും. എനിക്ക് അത്ര പേടിയാണ്, വേറെ വഴിയേ ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പ് ഇപ്പോൾ ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അതിന് അവിടെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിവേയ്സ്, അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു. നൈസായിരുന്നു ലഞ്ച്, അടിപൊളി കഫേയാണത്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു റൂം. സോ സിൻസ് സൺ ഈസ് ലൈക്ക് വെരി ഹൈ, വി തോട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് മേ ബി എഗെയിൻ ഈവനിങ് മെയിൻ ബീച്ചിൽ എങ്ങാണ്ട് പോവാം എന്നുള്ളൊരു പ്ലാനിലാണ്. സോ ടിൽ ദെൻ, ബൈ ബൈ.